ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത്, നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലാണെങ്കിലും ഒരുപാട് ട്രാഫിക് കൊണ്ടുവരാനും ഒരുപാട് വ്യൂവേഴ്സും കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊമോഷൻ ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ ആഡ്സിൽ എങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്, എങ്ങനെ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സോ ഗൈസ്, അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് ചെയ്യുന്ന വീഡിയോസ് മാത്രമാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്കും ഇത് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, വീഡിയോക്ക് ജസ്റ്റ് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഗൂഗിൾ ആഡ്സിൻ്റെ മെയിൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. സോ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേജ് ഇവിടെ ലോഡായി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് സൈനിങ് എന്നും സ്റ്റാർട്ട് നോ എന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അത് നിങ്ങൾ സ്റ്റാർട്ട് നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയിട്ടുണ്ട്. സോ ഞാനിപ്പം ന്യൂ ആയിട്ട് കാണിക്കുന്നത് ന്യൂ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക ന്യൂ അക്കൗണ്ട് എന്ന ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾ അതിലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയ ലോഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ക്യാമ്പയിനാണ്. സോ നിങ്ങൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വാട്ട് ഇസ് യുവർ ബിസിനസ് നെയിം ചോദിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങൾക്കൊരു ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങളുടെ ഗോ ടു മൈ വെബ്സൈറ്റ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കുക അവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒഴിവാക്കി വിടും. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം. യൂട്യൂബ് ചാനൽ, മൊബൈൽ ആപ്പ്, സോ ഇതൊന്നും നോക്കണ്ട, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം. ശേഷം നിങ്ങൾക്ക് ലോഡിങ് യുവർ ഗോൾസ് ചോദിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്താണ് കാര്യം നോക്കാം. ജസ്റ്റ് നിങ്ങൾ ഇത് ലോഡിങ് വരുന്നുണ്ട്. ജസ്റ്റ് താഴത്ത് നിങ്ങൾ കാണാൻ സാധിക്കും സെറ്റ് അപ്പ് ആൻ അക്കൗണ്ട് ഓൺലി എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബില്ലിംഗ് കൺട്രി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൺട്രീസ് ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ ടൈം സോൺ, അതുപോലെ തന്നെ കറൻസി. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ കൺഫേം യുവർ അക്കൗണ്ട് ആൻഡ് പേയ്മെൻറ്റ് സെറ്റിംഗ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഓഫർ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഇവിടെ പേയ്മെൻറ്റ് പ്രൊഫൈൽ ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷൻ നെയിം കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ കൊടുക്കുക. ഇൻഡിവിജ്വൽ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടും തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നമുക്ക് ഇവിടെ നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. സോ ഞാനിവിടെ ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 500 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം ഫസ്റ്റായിട്ട്. എന്നാലേ നമുക്കിത് ആഡ്സൻസ് ഒന്ന് കംപ്ലീറ്റ്ലി നമുക്ക് സെറ്റപ്പായി കിട്ടുകയുള്ളൂ. ഓക്കെ, പക്ഷേ നമുക്ക് ആ ഒരു എമൗണ്ട് വെറുതെ പോകുന്നില്ല. സോ നമുക്കതുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഡെബിറ്റ് കാർഡാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ആഡ് ചെയ്തതിന് ശേഷം താഴത്ത് കാണുന്ന അതായത് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് അഗ്രി ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാനുവൽ പേയ്മെൻറ്റോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ആയിട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ മാനുവൽ പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു 500 രൂപ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മൾ ഇൻസ്റ്റ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുവഴി നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെഡിയാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഞാൻ 500 രൂപ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എസ് ഉണ്ട്, നോ ഉണ്ട്, നോ കൊടുത്താൽ മതി. ശേഷം സബ്മിറ്റ് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് യുവർ പർച്ചേസ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ വെരിഫൈ എന്ന ബട്ടൺ വരുന്നുണ്ട്. ആ ഒരു ബ്ലൂ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. വെരിഫൈ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ലോഡിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു OTP വരുന്നതായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. അത് ഞാൻ ഇവിടെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് 500 രൂപ ഇതിലേക്ക് ആഡായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ OTP കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ നിൽക്കുക, ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ലോഡിങ് വരുന്നുണ്ട്.
ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു അക്കൗണ്ട് വാസ് ക്രിയേറ്റഡ്. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആഡ്സെൻസിൻ്റെ അല്ല ഗൂഗിൾ ആഡ്സെൻസും രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആഡ്സിൻ്റെ മെയിൻ ഇൻട്രോയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എസ് ഉണ്ട്, നോ ഉണ്ട്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. നമുക്ക് എങ്ങനെയാണ് ഇതിൽ നമ്മളെ വെബ്സൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ വഴിയെ കാണിച്ചു തന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോക്കൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇവിടെ നോ എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴത്ത് ഒരു എസ്സും ഒരു നോ എന്ന് ബട്ടൺ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എസ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ജസ്റ്റ് ലൈക്കും കൂടി ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ആഡ്സ് സെറ്റപ്പ് ചെയ്യുന്നത്.